ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ നേരിടുന്ന പഠന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്ന് കുട്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ പാരൻസിനും ടീച്ചേഴ്സിനും വലിയ വെല്ലുവിളിയാണ് ഇവരുടെ പഠനം എന്ന് പറയുന്നത്. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി? അതായത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ അതിന് പഠന വൈകല്യം എന്ന് പറയും. ഈ പഠന വൈകല്യം 3 തരത്തിലാണ് കാണാറുള്ളത്. ഒന്നാമത്തെ പറയുകയാണെങ്കിൽ ഡിസ്ലെക്സിയ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പാഠഭാഗങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവ് കുറവിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അടുത്ത് വരുന്നൊരു കാറ്റഗറിയാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എഴുതുമ്പോൾ അവർ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തും. അതായത് ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ അവർ ഫുൾ സ്റ്റോപ്പ് ഇടില്ല, ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ അവർക്ക് തുടങ്ങാനായിട്ട് അറിയില്ല. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസിലെ വേർഡുകൾ അവർ ചേർത്ത് എഴുതി വയ്ക്കും. അപ്പോൾ ഇതൊക്കെ ഡിസ്ഗ്രാഫിയയിൽ കാണപ്പെടുന്ന പ്രധാനമായ പ്രശ്നമാണ്. അടുത്ത് വരുന്നതാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞത് എപ്പോഴും നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, കുട്ടികൾ നമ്പേഴ്സ് പഠിക്കുന്നത് നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമല്ല മാത്സിൻ്റെ പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പേഴ്സിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഈ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരിക്കലും സിമ്പിൾ അഡീഷൻ പോലും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ സിമ്പിൾ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നത്തിനെയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനലിലൂടെ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പാരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെറിയ ചെറിയ ടിപ്സുകൾ ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ പഠനത്തിൽ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പല പാരൻസിനും അറിയാത്ത കാര്യമാണ്. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പരാതി പറയും, നിങ്ങളുടെ കുഞ്ഞ് പഠിക്കുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, എഴുതിയെടുക്കുന്നില്ല, ഒരിക്കലും നോട്ട്സ് കംപ്ലീറ്റ് ആവുന്നില്ല എന്നിങ്ങനെയുള്ള പല പരാതികളും നിങ്ങളുടെ കുട്ടികളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ 2 or 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിൽ ഒരാൾക്ക് മാത്രമാണ് ചിലപ്പോൾ ഈ പ്രോബ്ലം കാണുക. മറ്റ് 2 പേരും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, എന്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ ഇവൻ പഠിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അവരെ വഴക്ക് പറയാനും ബഹളം വയ്ക്കാനും തുടങ്ങും. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാത്തതിന് ബഹളം വയ്ക്കും. അപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികൾ വളരെയധികം പ്രഷറിലായിത്തീരുന്ന ഒരു സമയം കൂടിയാണ് ഇതുപോലെയുള്ള സമയത്ത്. അതിന് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ടത് അവർക്ക് റെമഡിയൽ ട്രെയിനിങ് ആണ് ആവശ്യം. റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാധാരണ സ്കൂൾ ടീച്ചർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ കുഞ്ഞുങ്ങളെ പല ട്യൂഷൻ ക്ലാസ്സുകളിൽ വിടുന്നുണ്ടായിരിക്കാം. മാറി വിട്ടിട്ട് നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിൽ മികവ് നിങ്ങൾക്ക് കാണാതെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ട് ഇവന് പഠിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ഉത്തരമാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ടീച്ചേഴ്സ് ചെയ്യുന്നത്. അതായത് അവരാണ് ഇതുപോലെയുള്ള കുട്ടികളുടെ പഠന വൈകല്യത്തെ മാറ്റി കണ്ടിന്യൂസ് ട്രെയിനിങ്ങിൽ കൂടെ അവരെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ സമീപിച്ച് കുട്ടിയുടെ ഒരു അസസ്മെൻറ്റ് നടത്തി ആ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതിന് ശേഷം അതിന് വേണ്ട റെമഡിയൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എൻ്റെ പേര് മിനി. ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആൻഡ് റെമഡിയൽ ട്രെയിനറാണ്. കഴിഞ്ഞ 18 വർഷമായി ഇതുപോലെയുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് അവരെ മെയിൻ സ്ട്രീമിലേക്ക് ഞാൻ എത്തിക്കുന്നത്. എൻ്റെ സ്ഥലം ആലുവയിലാണ്. എൻ്റെ സെൻറ്റർ ആസ്പയർ പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ സെൻറ്റർ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ ഇതുപോലെയുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് ട്രെയിനിങ് കൊടുത്ത് നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പ്രശ്നങ്ങളുമായി റിലേറ്റ് ചെയ്യുന്ന പാരൻസ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.